എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. മെസ്സേജ് അയച്ചവർക്ക് 1000 നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ചോദിച്ചിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ അല്ല, 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിട്ടുള്ളത്. അതായത് ഫ്രഷേഴ്സിന് ഇപ്പൊ എടുക്കുന്നുണ്ടോ, ഫ്രഷേഴ്സിന് ജോലിയിൽ ഹോസ്പിറ്റലിൽ ജോലി കിട്ടുമോ, അല്ല ഹോം കെയറിൽ തന്നെയാണോ ജോലി കിട്ടുള്ളൂ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അറ്റ് കറന്റ്ലി ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ കേസ് ഞാൻ ആദ്യം പറയാം. ഹോസ്പിറ്റലില് എക്സ്പീരിയൻസ് ഉള്ളൂ, ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പീരിയൻസ് ഉള്ളവരെ എടുക്കുന്നുള്ളൂ. UAE എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഫ്രഷേഴ്സിനെ എടുക്കുന്നില്ല. പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും സെയിം തന്നെയാണ്, ഫ്രഷേഴ്സിനെ എടുക്കുന്നില്ല. UAE എക്സ്പീരിയൻസ് ഉള്ളതും അല്ലെങ്കിൽ സൗദി അല്ലെങ്കിൽ കുവൈറ്റ് അങ്ങനെ അതർ GCCയിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എടുക്കുന്നുണ്ട്. അവിടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ എടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഡയറക്റ്റ് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് കയറി വന്ന ഫ്രഷേഴ്സിനെ എടുക്കുന്നില്ല, നിലവിൽ എടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ ജോലി ഭയങ്കര ടൈറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ഫ്രഷേഴ്സിന് ഹോസ്പിറ്റലിൽ എടുക്കുന്നില്ല. ഹോം കെയറിലാണെങ്കിൽ ഫ്രഷേഴ്സിന് എടുക്കുന്നുണ്ട്, പക്ഷെ എല്ലാ ഹോം കെയറിലും എടുക്കുന്നില്ല. അവരും ഇവിടെ ഇപ്പൊ എന്താക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് നോക്കിയിട്ട് തന്നെ എടുക്കുന്നത്. പ്രീവിയസ് അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും വർക്ക് ചെയ്തു, ദുബായിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ അവര് മുൻഗണന കൊടുക്കുന്നുള്ളൂ. അതായത് ഒരു 100% ഒരു 80 അവർ ഇവിടുത്തെ എക്സ്പീരിയൻസ്, ഇവിടെ മുന്നേ എവിടെ വർക്ക് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഹോം കെയറിൽ പോലും എടുക്കുന്നത്. പിന്നെ ക്ലിനിക്സിന്റെ കാര്യം പറയാനില്ലല്ലോ. പക്ഷെ അന്വേഷിച്ച് പിടിച്ചിതാക്കുവാണെങ്കിൽ ചില ക്ലിനിക്സിലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അതും ഒരു 50-50 ഉള്ളൂ കേട്ടോ ചാൻസ് ഉള്ളത്. ഇപ്പൊ മോർ ടൈറ്റ് ആയി വന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എല്ലാവരും ഹ്യൂജ് നേഴ്സസ് പാസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ കുറെ നേഴ്സസ് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പൊ അവര് മുൻഗണന അവിടുത്തെ ഫ്രഷേഴ്സിന് കൊടുക്കുന്നത് ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്കാണ് മുൻഗണന മോറായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫ്രഷേഴ്സിനെ അധികവും എടുത്തു വരുന്നതായിട്ട് കണ്ടുവരുന്നില്ല. പോകുന്നവരെല്ലാം ജോലി ഇല്ലാണ്ട് ഇവിടെ കുറെ നാൾ 1 മാസമൊക്കെ നിന്ന് തിരിച്ച് നാട്ടിൽ പോകുന്ന ഒരു ഇതാണ് കാണുന്നത്. മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രഷേഴ്സിനൊക്കെ, നല്ല വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് ക്ലിനിക് ഹോസ്പിറ്റലിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഗവൺമെന്റിൽ എക്സ്പീരിയൻസ് ഉള്ളത്, അതായത് GCC എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എടുക്കുന്നുണ്ട്. അവരിപ്പോ സൗദിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയൊക്കെ കുറെ അവര് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ ഇപ്പൊ 2-3 പേരെ സൗദിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ എടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്രഷറായി വന്നവരെ ഇതുവരെ എടുത്ത് കണ്ടിട്ടില്ല ഹോസ്പിറ്റലിൽ ഒന്നും കേട്ടോ. എക്സ്പീരിയൻസ് ഇവിടെ ഉള്ളതോ അല്ലെങ്കിൽ സൗദി അവിടെയൊക്കെ ഉള്ളവരെ മാത്രമേ എടുത്ത് കണ്ടിട്ടുള്ളൂ. പിന്നെ ഉള്ളതാണ് ക്ലിനിക്സ്, അങ്ങനത്തെ സംഭവങ്ങളിലാണ് ഫ്രഷേഴ്സിന്. അവിടെ ഇപ്പോൾ എക്സ്പീരിയൻസ് ഇവിടെ ഉള്ളവരല്ലാണ്ട് എടുക്കുന്നില്ല. അപ്പോൾ മോർ ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഫ്രഷേഴ്സ് വന്നിട്ട് അന്വേഷിച്ച് പിടിച്ചതാക്കിയിട്ട് കാര്യമില്ല. അധികം എടുക്കുന്നില്ല, ചാൻസ് വളരെയേറെ കുറവാണ് കേട്ടോ. കമ്പയറിങ് ടു അതർ ഇയേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം വളരെ കുറവാണ് ഫ്രഷേഴ്സിനെ ജോലിയിൽ എടുക്കുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നാണ് ഞാൻ പറയുള്ളൂ. ജസ്റ്റ് ക്ലിനിക്സ് അവിടെ ഇവിടെ എല്ലാം ഹോം കെയറിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇവിടെ വന്നൊന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജോലി കിട്ടും. അപ്പൊ ഇതാണ് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രഷേഴ്സിന്റെ നിലവിൽ ഇപ്പൊ എന്താ സ്റ്റാറ്റസ് എന്നുള്ളത്. അപ്പൊ ഈ നിലവിൽ ഇതാണ് ഇവിടുത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.